ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. പ്രിയമുള്ളവർ, നമ്മൾ ഒത്തിരി കേട്ട് പരിചയിച്ചുള്ള വാക്കുകളാണ് പാപം, ശാപം തുടങ്ങിയ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. ചിലർ നമ്മൾ പറയാറുണ്ട്, ശാപം കിട്ടിയ കുടുംബമായിട്ടാന്ന് നോക്കി നമ്മൾ പലപ്പോഴും പലരെക്കുറിച്ചും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഭയമാണ്, ശാപം കിട്ടിയതാണല്ലോ എന്ന് പറഞ്ഞ് ശപിക്കാറുണ്ട് നമ്മൾ. അത് പല ശാപങ്ങളുണ്ട്. മാതാപിതാക്കന്മാരോടുണ്ട്, ഗുരുക്കന്മാരോടുണ്ട്, അഭിഷിക്തന്മാരോടുണ്ട് തുടങ്ങിയ പല രീതിയിലും പല ശാപങ്ങളെക്കുറിച്ചും. പക്ഷേ പഴയ നിയമത്തിൽ ഒരു സംഭവ കഥയുണ്ട്. 2 സാമുവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 9ഉം 10ഉം വാക്യങ്ങളാണ്. അത് 5-ാം വാക്യത്തിൽ തന്നെ അങ്ങനെ തുടങ്ങുന്നുണ്ട്. ശിമെയി എന്ന് പറയുന്ന ഒരു വ്യക്തി ശൗലിൻ്റെ കുലത്തിൽപ്പെട്ടവനാണ്. അവൻ ദാവീദിനെ ശപിക്കുകയാണ്. അപ്പം അത് കേട്ടപ്പോൾ ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ദാവീദിൻ്റെ കൂടെയുള്ള വ്യക്തിയായ സെറൂയയുടെ മകനായ അബീശായി ദാവീദിനോട് പറയുകയാണ്, ഈ ചത്ത നായ എൻ്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവൻ്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് രാജാവ് ദാവീദ് തിരിച്ചു പറയാൻ, സെരൂയയുടെ പുത്രന്മാരെ, എനിക്കും നിങ്ങൾക്കും എന്ത്? അവൻ ശപിക്കട്ടെ, ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പ്രിയമുള്ളവർ, ചില ശാപങ്ങൾ നമുക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഏൽക്കാതിരിക്കണമെങ്കിൽ ഞാൻ ദാവീദായിരിക്കണം. യാക്കോബിന് ആഭിചാരം ഏൽക്കില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളെ ശപിക്കുന്നവർ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രവൃത്തി കണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നന്മ കൊണ്ടൊക്കെ നമ്മളോടുള്ള അസൂയ കൊണ്ടൊക്കെ ആണെങ്കിൽ വിഷമിക്കേണ്ട പ്രിയമുള്ളവർ, അത് ഏക്കത്തില്ല. ദാവീദ് പറഞ്ഞു, ദൈവം അവനെ മാറ്റിവെച്ച്, എന്നെ ശപിക്കാൻ വേണ്ടി മാറ്റിവെച്ച്, അവൻ ശപിക്കട്ടെ, അവനൊന്നും ചെയ്യണ്ട എന്ന് പറയുന്ന തലത്തിലേക്ക് ദാവീദ് വളർന്നെങ്കിൽ ദാവീദ് ദൈവവുമായിട്ട് അത്രയൊരു ബന്ധമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. എനിക്കും ആ ബന്ധം ഉണ്ടായിരിക്കും. എന്നെ വേറൊരു വ്യക്തി ശപിക്കുമ്പോൾ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടാവാൻ സാധിക്കട്ടെ. എന്തിനാണ് അവരങ്ങനെ പറഞ്ഞത്? നീ കൊള്ളത്തില്ല, നീ ഒരു വൈദികനാകാൻ കൊള്ളത്തില്ല, നിനക്ക് ഈ ലോഹയിടാൻ യോഗ്യയില്ല എന്നൊക്കെയും പറഞ്ഞ് നമ്മളെ പലരും വിമർശിക്കുകയും പരിഹസിക്കുകയും ശപിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ ദൈവം എന്നോട് എന്തോ പറയാൻ, സംസാരിക്കാൻ ദൈവമത ആഗ്രഹിച്ചിട്ടാണെന്ന ചിന്ത നമ്മളെ ശക്തിപ്പെടുത്തുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് സാധ്യമാകട്ടെ. ആയത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും എന്നും എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.